കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്കായി മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടതിന്റെ മഹിമയെ ധ്യാനിക്കുന്ന ഞങ്ങളും അങ്ങേ സഹായത്താൽ സ്വർഗത്തിൽ വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാ
അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങ് സ്വർഗത്തിൽ എത്തിയ ഉടൻ അങ്ങേ തിരുക്കുമാരൻ അങ്ങയെ ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിച്ചതിന്റെ മഹിമയെ ധ്യാനിക്കുന്ന ഞങ്ങളും സ്വർഗ സൗഭാഗ്യത്തിൽ അങ്ങയോടുകൂടെ നിരന്തരം ദൈവത്തെ സ്തുതിക്കുവാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാരതമണ്ണിൻ യാചനകൾ ഉയർത്തണമേ. പ്രാർത്ഥിച്ചിടണമേ. ഭാരതമണ്ണിൻ യാചനകൾ ഉയർത്തണമേ. അഭിനന്ദ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. മുകളില് പ്രത്യക്ഷൻ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിരുന്നു. ഇവിടെ അഭിനന്ദ കല്ലറങ്ങാട്ട് പിതാവാണ് സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചും ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചും അഭിനന്ദ പിതാവ് ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നതാണ്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധിയായ അഭിനന്ദ ജോസഫ് പുള്ളിക്കാപ്പറമ്പിൽ പിതാവേ, അഭിനന്ദനായ ജോസഫ് പുല്ലംപറമ്പിൽ പിതാവേ, പരാരൂപതയുടെ ഡോക്ടർ സെന്റ് മോൺസിന്റെ തടത്തിൽ വികാരികളായ മലയപ്പറമ്പിൽ വെച്ച വെച്ച അടിയോടിക്ക് വെച്ച ഋണജ്ഞാനം ശ്രൈനിന്റെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഗസ്റ്റിൻ പലക്കാപ്പുറം വിളിച്ച പള്ളിയുടെ വികാരി വലിയ ബഹുമാനപ്പെട്ട സക്കറിയാസ് അട്ടപ്പട്ടച്ച
നമ്മളുടെ ബഹുമാന്യനായ ആർച്ച് പ്രീസ്റ്റ് വികാരി, മറ്റ് പ്രവണ വികാരിമാരെ, വൈദികരെ, സമർപ്പിതരെ, ായ സഹോദരങ്ങളെ, മത്സരമുള്ള യുവാക്കന്മാരെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു കുടിവരവാണ് ഉദ്ദേശിച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ വലിയ ആത്മീയ നിറവോടെ നമുക്ക് നിറവേറ്റാനായിട്ട് സാധിച്ചു. ഇനി നമ്മൾ തുടർന്ന് അൽഫോൻസാമ്മയുടെ ഷ്രൈൻ പള്ളിയിലേക്ക് പ്രാർത്ഥിച്ചു പോവുകയും അവിടെ നിന്നാണ് നമ്മൾ പിരിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ അധിക സമയമെടുക്കുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളും മറ്റ് കോടതിപരമായ വൈയാമിക നീക്കങ്ങൾ അതൊന്നും ഇവിടെ സംസാര വിഷയം ആക്കുന്നില്ല. നമുക്കതിനുള്ള സമയവുമില്ല. നമ്മൾ ഈ വലിയ വേദനാജനകമായ കാര്യത്തെ പ്രാർത്ഥിച്ച് അൽഫോൻസാമ്മയുടെ അടുത്ത് നമുക്ക് എത്താം എന്ന് ഇന്ന് രാവിലെ കച്ചേരിയിൽ ഞങ്ങൾ ആലോചിച്ച് നിശ്ചയിച്ചു. അതനുസരിച്ച് വേഗത്തിൽ അറിയിപ്പ് കൊടുത്തു. വലിയൊരു ജനസാഗരം ഇവിടെ എത്തി. നമ്മുടെ ഈ പള്ളിയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഈ മീറ്റിംഗിലേക്ക് തുടങ്ങുമ്പോഴും അൽഫോൻസ പള്ളിയുടെ വാതിക്കൽ നിന്ന് ആളുകൾ ഇവിടേക്ക് നീങ്ങി കഴിഞ്ഞിട്ടില്ല. അത്യപൂർവമായ ഒരു കുടിവരവാണ് ഈ ഷ്രൈനിലും പുരാതനമായ ഈ ദേവാലയത്തിലും നമ്മൾ കാണുന്നത്. രണ്ട് കന്യാസ്ത്രീകള് ഇന്ത്യയെ മുഴുവൻ കിടക്കിയിരിക്കുകയാണ്. കേരളം പ്രാർത്ഥനാപൂർവം ഇളകി മറിഞ്ഞു കഴിഞ്ഞു. ഫലയും പൂർണ്ണമായിട്ട് ഇളകി. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇവിടെ നമ്മൾ കാണുന്ന ഈ വലിയ ജനക്കൂട്ടം. നടപടി പുസ്തകം 16:25 മുതൽ 28 വരെ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞ് വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അയാൾ വാൾ ഊരി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. പൗലോസ് പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. പൗലോസ് അവനോട് വീണ്ടും പറഞ്ഞു, കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാക്കുക. രണ്ട് വ്യക്തികൾ പൗലോസും ശീലാസും ജയിലിൽ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അനുഭവമാണിത്. അവരുടെ എല്ലാവരുടെയും ചങ്ങലകള് അഴിഞ്ഞ് വീണ് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. നമ്മളും ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം ശേഷവിധിയായിട്ട് മലയാളികള് അവരുടെ തടവറകളിൽ നിന്നും അലസതയിൽ നിന്നും എല്ലാം പുറത്തു വന്നു. വലിയൊരു ഉണർവ് ഇന്ത്യ ആകമാനം കിട്ടിക്കഴിഞ്ഞു. എല്ലാവരും അവരുടെ രാഷ്ട്രീയ വ്യത്യാസമന്യേ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ്. നമുക്ക് വിശ്വാസപരമായ കാര്യങ്ങളിലേക്കുള്ള വലിയൊരു തുറവിയാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്ന ആ രണ്ട് സഹോദരിമാര് നമുക്ക് നൽകുന്നത്. ഒരുപക്ഷെ
ഭാരതത്തിലെ ക്രൈസ്തവരെ തമ്മിൽ കൂട്ടി ഇണക്കുന്ന ഏറ്റവും വലിയ ചങ്ങല ഇതായിരിക്കാം. എല്ലാവരും അവരവരുടെ ബോധ്യങ്ങളെ കുറിച്ച്, ഉത്തരവാദിത്വങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവൻ ജെറൂസലേമിലേക്കുള്ള വഴിയെ നടന്ന് പോവുകയായിരുന്നു. ഈശോ അവരുടെ മുൻപിൽ നടന്നു. അവരെല്ലാവരും വിസ്മയിച്ചു. അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. അപകടം പിടിച്ച സ്ഥലത്തുകൂടെ ഈശോ നടക്കുകയായിരുന്നു. മർക്കോസ് 10:32 നമുക്ക് വലിയ ശക്തി പകരുന്ന തിരുവചനമാണത്. പക്ഷേ അവർ അവനെ അനുഗ്രഹിച്ചു. ജെറുസലത്തോടു കൂടിയാണ്, ഈശോയെ കൊല്ലാനിരിക്കുകയാണ്, ശിഷ്യന്മാർക്ക് പേടിയായിരുന്നു. പക്ഷേ അവൻ നടന്ന് പോകുന്നത് കണ്ടപ്പോൾ അവർ അവനെ അനുഗ്രഹിച്ചു. എല്ലാവരും ഈശോയുടെ ചുറ്റും പോയി. ഇന്ന് ഈ ദിവസങ്ങളിൽ 4-5 ദിവസങ്ങളിൽ എല്ലാവരും തന്നെ നമ്മുടെ ഈ രാജ്യത്തുകൂടെ നടന്ന് ഈ ഒരു വലിയ സന്ദേശം എല്ലാവരെയും അറിയിക്കുകയാണ്. അവരെ ഇപ്പോഴും 2 പേരും ജയിലിലാണ്. അവർക്ക് പുറത്തു വരാമെന്ന സാഹചര്യങ്ങൾ ഒന്നും ഇതുവരെയും ആയിട്ടില്ല. ജയിലിൽ കിടന്നുകൊണ്ട് സന്യാസം സഭയെ ഒന്നിപ്പിക്കുന്നു എന്ന വലിയ സന്ദേശമാണ് നമ്മൾ ഇതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഒരു ഭരണകൂടത്തെ കൂടെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് പൗരന്മാരുടെ ദൗർഭാഗ്യമാണ്. എത്രയോ തവണ നമ്മുടെ ഭരണഘടന കീറി മുറിക്കപ്പെട്ടു. ഇത്രമാത്രം സർജറികൾക്ക് വിധേയമായ ഒരു ഭരണഘടന പണിയില്ല. അത് അതിന്റെ യുണീക്ക്നെസ് കൊണ്ടാണ്. വിട്ടുകളയാൻ പാടില്ലാത്ത മൂല്യങ്ങളെ അത് സംഭരിച്ച് വെക്കുന്നത് കൊണ്ടാണ്. ആർട്ടിക്കിൾ 25 നൽകുന്ന മതസ്വാതന്ത്ര്യം ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ആണിക്കല്ലാണ്. ഇന്ത്യൻ സെക്യുലറിസം കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്യുലറിസമാണ്. അതൊരു പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റാണ്. അതിലെല്ലാ മതവിഭാഗങ്ങളും എല്ലാ ഭാഷാ വിഭാഗങ്ങളും ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. Constitution guarantees the fundamental right to freedom of religion. It encompasses various aspects related to freedom to profess, practice, and to propagate faith and religion. നമുക്ക് നല്ല നിശ്ചയമുണ്ട് എല്ലാവർക്കും. സഭ നേരിട്ട് കക്ഷി രാഷ്ട്രീയത്തിൽ, പാർട്ടി പൊളിറ്റിക്സിൽ ഒരിക്കലും ഇടപെടുന്നില്ല. എന്നാൽ സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. രാഷ്ട്രീയക്കാരാകാതെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രത്തെയും പഠിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് നമുക്ക് ഉള്ളത്. ഇന്ത്യ എന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാന നിലപാട് വ്യക്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയത്തെ നമ്മൾ ഇതുപോലെ കാണുന്നത്. മതസ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന്റെ മുമ്പിൽ നിന്ന് തീപ്പെട്ടി ഉരയ്ക്കുന്നത് പോലെ അപകടകരമാണ്. നമുക്ക് ഈ രാജ്യത്തെ ഏതൊരു പൗരനും കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അവകാശമാണ്. ഒരു തീവ്രവാദ സ്വഭാവത്തിനും കീഴ്പ്പെടാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഇന്ത്യ, ഭാരതം എന്ന
ആശയത്തെയും ഇന്ത്യ എന്ന ആഴത്തെയും നമ്മൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ്. ഈ രാജ്യത്തിന്റെ സംസ്കൃതിയിൽ ഏറ്റവും നല്ല സംഭാവന നൽകുന്ന ആളുകളാണ് ഈശോയുടെ പേരിൽ അറിയപ്പെടുന്ന എല്ലാവരും. സുവിശേഷത്തിൽ ഈശോയുടെ പ്രത്യേക അവസരത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ആദ്യം വിട്ടപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. മടിശീല ഇല്ലായിരുന്നു, ചെരുപ്പുകളില്ലായിരുന്നു, ഭരണങ്ങളില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? അവർ പറഞ്ഞു ഒന്നിനും കുറവില്ല. എവിടെ ചെന്നാലും നമ്മളെ സ്വീകരിക്കുമായിരുന്നു. പിന്നീട് ഈശോയുടെ അവസരത്തിൽ ഈശോ തന്നെയും കുറ്റവാളിയായിട്ട് വധിക്കപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന വേളയിൽ ഈശോ പറഞ്ഞു, ഇപ്പോൾ മടിശീല ഉള്ളവൻ അത് എടുക്കട്ടെ, അതുപോലെ ഭരണവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങിക്കട്ടെ. വലിയൊരു തിരുവചനമാണ്. വാളില്ലാത്തവൻ പുറംകുപ്പായം വിറ്റ് വാൾ വാങ്ങിക്കാം. ഇപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 2 വാളുണ്ട്. ഒരുപക്ഷെ അത് മത്സ്യബന്ധത്തിന് ഉപയോഗിക്കുന്ന വലിയ ഒരുപാട് പോലെയുള്ള കാര്യങ്ങളായിരിക്കാം അവരുദ്ദേശിച്ചത്. ഞങ്ങൾക്ക് 2 വാളുണ്ട്. ഈശോയ്ക്ക് മനസ്സിലായി, അവർക്ക് അതിന്റെ ആഴകൾ മനസ്സിലായിട്ടില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, അത് മതി. പക്ഷെ പിന്നീട് ആദിമസഭയുടെ ചരിത്രത്തിൽ സുവിശേഷം വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ സഭയുടെ പിതാക്കന്മാര് ഒന്നിനു പുറകെ ഒന്നായിട്ട് പറഞ്ഞു തുടങ്ങി. ഈ 2 വാളുകള് പഴയ നിയമവും പുതിയ നിയമവുമാണ്. കൂടുതൽ പ്രയാസങ്ങള് പ്രതിസന്ധികൾ വരുമ്പോൾ ഈ വാളാണ് നിങ്ങൾ എടുക്കേണ്ടത്. ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു, ഭൂമിയിലെ വാളാണ് കർത്താവ് ഉദ്ദേശിച്ചതെങ്കിൽ 100 വാളുകൾ കയ്യിലുണ്ടെങ്കിലും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. എന്നാൽ കർത്താവ് ഉദ്ദേശിച്ചത് 2 നിയമങ്ങളാണെങ്കിൽ പഴയതും പുതിയതും അത് മതി. അതാണ് കർത്താവ് ആഴത്തിൽ ഉദ്ദേശിച്ചത്. അത് മതി, മറ്റൊന്നും നമുക്ക് വേണ്ട. പുറംകുപ്പായം നമുക്ക് നൽകുന്ന ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു ഐഡന്റിഫൈയിങ് മാർക്കാണ്. അത് നമ്മളെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളുടെ അടയാളമാണ്. പുറംകുപ്പായം വിറ്റ് അത് വലിച്ചെറിഞ്ഞ് നമ്മളുടെ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് തിരുവചനമാകുന്ന വാള് എടുത്ത് ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ എന്റെ സുവിശേഷം നിങ്ങൾക്ക് ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കാൻ സാധിക്കുന്നു. ഭൂമിയിലെ വാളെടുത്ത് പത്രോസ് ഗെത്സമനയിൽ വെച്ച് ഒരാളുടെ കഴുത്തും ചെവിയും ഒക്കെ വെട്ടിയല്ലോ. ഈശോ പറഞ്ഞു, വാള് ഉറയിലില്ല. ഉദ്ദേശിച്ച വാള് ഭൗമിക വാളല്ല, അത് നമ്മളുടെ ഉറയിൽ കിടന്നാൽ മതി. ഉറയിൽ വാള് കിടക്കുമ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും, നടക്കുമ്പോൾ ഇരിക്കുമ്പോഴെല്ലാം. ആ ഡിസ്റ്റർബൻസ് ഒരു മുള്ളായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ മതി. നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ദൈവവചനമാകുന്ന വാളാണ്. ഈ 2 ബഹുമാനപ്പെട്ട ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഈ വാളുമായിട്ടാണ് ജയിലിലിരിക്കുന്നത്. എത്രയോ സൗമ്യമായിട്ടാണ്, ശാന്തമായിട്ടാണ് അവരാ ജയിലിനുള്ളിലിരിക്കുന്നത്. ഒരു പരാതിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഈ 2 വാള് അവർ ധരിച്ചിട്ടുണ്ട്. അത്യന്തികമായിട്ടത് ഈശോയാകുന്ന ആ വാളാണ്. മറ്റാർക്കും ജയിലിനുള്ളിൽ ഇത്ര ശാന്തതയോടെ പെരുമാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
ലോകത്തെ അവർ പഠിപ്പിക്കുകയാണ്, ഭാരതത്തെ അവർ പഠിപ്പിക്കുകയാണ്. ഏത് പ്രതിസന്ധികളിലും സമചിത്തതയോടെ നമ്മൾ പെരുമാറണം എന്ന് പഠിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അത് രണ്ട് നല്ല പാഠപുസ്തകങ്ങളാണ്. ജീവിതത്തിൽ എത്രമാത്രം സങ്കടങ്ങള്, വേദനകള് അനുഭവിക്കുന്നവരാണ് നമ്മൾ. സെന്റ് അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ മേലെ. എന്തിനാണ് ഈ ക്ലേശകരമായ വൈദിക ശുശ്രൂഷ, സമർപ്പിത ശുശ്രൂഷ, മേലത്തെ ശുശ്രൂഷ? അഗസ്റ്റിൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ സുവിശേഷം എന്നെ നിർബന്ധിക്കുന്നു. സുവിശേഷം എന്നെ നിർബന്ധിക്കുന്നു. അതാണ് അദ്ദേഹം കൊടുത്ത ഉത്തരവ്. ജയിലിലായിരിക്കുന്ന ഈ സഹോദരിമാരും നമ്മോട് സംസാരിക്കുന്നത് ഈ കാര്യം തന്നെയാണ്. സുവിശേഷം ഞങ്ങളെ നിർബന്ധിക്കുന്നുണ്ട്. ഈ സഹനം ഇതുപോലെ ഏറ്റെടുക്കണം, അത് ഇന്റഗ്രേറ്റ് ചെയ്യണം, അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കണം എന്ന് വലിയൊരു കാഴ്ചപ്പാട് ഒരു തുറവി ഈ സംഭവം നമുക്ക് നൽകി. ക്രൈസ്തവര് ഈ രാജ്യത്ത് അംഗബലം കൊണ്ട് പവർഫുൾ അല്ലായിരിക്കാം, പക്ഷേ അവരുടെ മൂല്യങ്ങൾ കൊണ്ട് അവര് ഇൻഫ്ലുവൻഷ്യലാണ്. അതാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഈ രാജ്യത്തുള്ള നമ്മളുടെ സമർപ്പിതരുടെ പ്രാധാന്യമാണ്. സമർപ്പിതർക്ക് സഭയിലും രാജ്യത്തുമുള്ള ആ പ്രത്യേകതകളാണ്. അവർ ജയിലിലായിരിക്കുമ്പോഴും അവര് സുവിശേഷം പ്രസംഗിക്കുകയാണ്. സുവിശേഷത്തിൽ നിന്ന്, സുവിശേഷം ആവശ്യപ്പെടുന്ന മാനവ സ്നേഹത്തിൽ നിന്ന് ഒരടി പോലും നമ്മൾ പിന്മാറുകയില്ല. അതാണ് നമ്മളിവിടെ ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നത്. ഒരടി പോലും സുവിശേഷം വിട്ടിട്ട് നമുക്ക് മാറാനില്ല, പ്രവർത്തിക്കാനില്ല. ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുന്ന ആ സുവിശേഷ വേലയിൽ നിന്ന് ഒരു നിമിഷം പോലും നമുക്ക് മാറി നിൽക്കാൻ ആവുകയില്ല. സന്യാസത്തിന്റെ, സമർപ്പിത ജീവിതത്തിന്റെ, പൗരോഹിത്യ ശുശ്രൂഷയുടെ, അൽമായ അപ്പോസ്തലീയത്തിന്റെ എല്ലാം അർത്ഥമതാണ്. ഇവിടെ അൽമായരായ ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ ചുറ്റുമുറ്റത്തുണ്ട്. ഈ കാരണം കൊണ്ടാണ്. ഇതാണ് നമ്മുടെ കരുത്ത്, ഇതാണ് നമ്മുടെ സഭയുടെ ആത്മാവ്. അതുകൊണ്ട് ജയിലിൽ കിടക്കുമ്പോഴും കോടതി നീതി തരുമെന്ന പ്രതീക്ഷയിലാണ് അവര് അവിടെ ആയിരിക്കുന്നത്. അത് സാമാന്യത്തിൽ വെച്ച് നോക്കുമ്പോൾ നിഷേധിക്കപ്പെട്ടപ്പോഴും പെടുമ്പോഴും അതിനോടൊന്നും നിഷേധാത്മകമായ വാക്കുകൾ പറയാതെ അവരെവിടെ ആയിരിക്കുകയാണ്. ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു, the prison, for those in the prison, the prison shook to disrupt the mindset of the faithless, to set the prison guard free to proclaim the word of God. നമ്മളുടെ മൈൻഡ് സെറ്റുകളെ, അതിന്റെ ഭിത്തികളെ വലിച്ച് താഴെയിടാനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഇവരുടെ ജയിൽവാസം, ഇവരനുഭവിക്കുന്ന വേദനകൾ. ആ വേദനയിലാണ് യഥാർത്ഥ സുവിശേഷത്തിന്റെ അടിത്തറ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രജ്ഞാനം വിൽപ്പനസ്വാമിയെ കൊണ്ടും രാജമായ ഈ ദേവാലയത്തിന്റെ പൈതൃകം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ പള്ളി അങ്കണത്തിലുണ്ട്.
അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു പ്രൊട്ടക്ഷനാണ്. അമ്മ വഴി ഈ സഭയ്ക്ക്, ഈ രാജ്യത്തിന്, സാർവത്രിക സഭയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളുടെ ഒരു പ്രദർശനം കൂടിയാണ് ഇത്. നമ്മൾ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി. അവരുടെ സഹനങ്ങളിൽ അവർ ഈശോയെ ആഴത്തിൽ കാണുന്നുണ്ട്. അവരുടെ മോചനം നമ്മുടെ ലക്ഷ്യമാണ്. അവര് പുറത്തു വന്ന് കർത്താവിന്റെ ശുശ്രൂഷയിൽ വീണ്ടും ആഴപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. നമ്മുടെ വലിയ പിതാവ് കൂട്ടത്തിലുണ്ട്, എല്ലാവരുമുണ്ട്, എല്ലാവരുമുണ്ട്. ഇവിടുത്തെ രണ്ട് വലിയ ശുശ്രൂഷകരെ പ്രത്യക്ഷനും വിചാരിച്ചനും അവരുടെ സഹപ്രവർത്തകരും നൂറുകണക്കിന് സമർപ്പിതര് അന്മാര് എല്ലാം കൂടിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നിശബ്ദതയിലായിരിക്കാൻ പറ്റില്ല. ഈ ഒരു വലിയ ജയിൽവാസം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുനടക്കണം. സമർപ്പിതര് മതേതര ഭാരതത്തിന് ആഴവും അർത്ഥവും നൽകുന്നവരാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സമർപ്പിതരെ ലൈറ്റനിങ് അറസ്റ്റ്, ഇടിക്കമ്പി എന്നാണല്ലോ വിശേഷിപ്പിച്ചിരുന്നത്. ഇടിവെട്ടുന്നത് പിടിച്ചെടുത്ത് ആ കെട്ടിടത്തിനും ആളുകൾക്കും ഉപദ്രവം ഉണ്ടാകാതെ സംരക്ഷിക്കാനാണ് ലൈറ്റനിങ് അറസ്റ്റ്. അതാണ് സന്യാസി, അതാണ് സമർപ്പിത ജീവിതം, അതാണ് പൗരോഹിത്യ ശുശ്രൂഷ. ഇന്ന് നമ്മളിവിടെ ഒന്നിക്കുമ്പോൾ നമ്മുടെ സഭയില്, നമ്മുടെ രാജ്യത്ത് സമർപ്പിത സഹോദരിമാരുടെ പ്രാധാന്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നമുക്ക് ഹൃദയത്തില് സൂക്ഷിക്കാം. കന്യാസ്ത്രീകളുടെ ജയിൽവാസം അനിശ്ചിതമായി തുടർന്നാൽ കേരള ജനത ഡൽഹിയിൽ പാർലമെന്റിന്റെ മുമ്പിൽ ഒന്നിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതൊരു ഭീഷണിയല്ല. അഗസ്റ്റിൻ പറയുന്നത് പോലെ സുവിശേഷം നമ്മെ നിർബന്ധിക്കുന്നതുകൊണ്ടാണ്. സന്യാസത്തിന്റെ മഹത്വമാണ്, അവരെ സംരക്ഷിക്കുന്ന പാലായുടെ മഹത്വമാണ്. പാല സംരക്ഷിക്കുന്ന ഫോറമാണെന്ന് യഹോവയായ വലിയ ബാബ നമ്മെ പഠിപ്പിച്ചത്. നമുക്ക് സഭയുടെ ആത്മാംശമായിരിക്കുന്ന ഈ സമർപ്പിതരെ സംരക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥന തുടരാം. എല്ലാവരും സാധിക്കുന്നവര് സ്വാമിയുടെ കബറിങ്കൽ എത്തിയിട്ടേ പോകാറുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു ബന്ധം പൂർത്തിയാക്കിയപ്പോൾ ഇവിടെ 10 മിനിറ്റ് ഒന്നിച്ചു കൂടി എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കേവലം മണിക്കൂറുകൾക്കുള്ളിലുള്ള ഒരു അറിയിപ്പിൽ ഇത്ര ശക്തമായ വൈബ്രന്റായ ഒരു സഹകരണം നമ്മൾ എന്നും നൽകുന്നു എന്നതാണ് പറയപ്പെട്ടത്. എല്ലാവരെയും പരിശുദ്ധ സ്വാമിക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട വലിയ പിതാവേ, കൊല്ലപ്പെട്ട പിതാവേ, ഏറ്റവും സ്നേഹാധന്യരായ സഹോദരങ്ങളെ, സമയം വൈകാതിരിക്കാൻ വേണ്ടി അഭിസംബോധന കുറച്ചു തന്നേ ഉള്ളൂ. പിന്നെ പിതാവ് നമ്മളോട് സംസാരിച്ചതിന്റെ രക്തം ചുരുക്കം വിശുദ്ധ ഫ്രാൻസിസിന്റെ വാക്കുകൾ പറഞ്ഞാൽ preach the gospel always but use words only when it is necessary. സുവിശേഷം സദാസമയം പ്രസംഗിക്കുക, അത്യാവശ്യമുള്ളപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട 2 സിസ്റ്റേഴ്സ് ഇപ്പോഴും ഛത്തീസ്ഗഡിലെ ജയിലില് ഏതാണ്ട് സാക്ഷ്യം വഹിക്കുന്നത് അതുപോലെയാണ്. എനിക്ക് തോന്നുക ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് ആ സിസ്റ്റേഴ്സ് അനേകം വാല്യങ്ങള് സുവിശേഷത്തിന്റെ വ്യാഖ്യാനം അവരുടെ ജീവിതം കൊണ്ട് എഴുതി കഴിഞ്ഞു. നമ്മുടെ സന്യസ്തരെ പറ്റിയുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യം തന്നെ എനിക്ക് കിടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും വലിയ സന്യസ്ത അൽഫോൻസാമ്മയുടെ സാന്നിധ്യത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുക എന്നുള്ളതും നമുക്ക് വലിയൊരു സമാശ്വാസം. ജോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ചതിനെ കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങൾ
മാമോദീസായിൽ ഞങ്ങൾക്ക് ലഭിച്ച ദൈവപ്രസാദ വരത്താൽ ലോകത്തിന്റെ പ്രകാശമായ ഈശോയിൽ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ട അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഈ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അൽഫോൻസാമേ, പ്രാർത്ഥിക്കണേ. സ്വർഗ്ഗസമങ്ങൾ പൊഴിക്കണേ. പാപികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ, നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ, നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ രഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ, നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ, പിതാവേ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെല്ലാവരും സഭയുടെ പീഠനത്തിൽ പങ്കുചേരുകയാണ്. നമുക്കറിയാം, ആദിമസഭയിൽ മാത്രം അപ്പോസ്തലന്മാരും പിൻഗാമികളും സ്ഥലത്തിലൂടെയാണ് കടന്നുപോയത്. രണ്ട് നിസ്സഹായകരമായ ഇന്നസെൻ്റ് ആയിട്ടുള്ള സിസ്റ്റേഴ്സിനെ ഓരോരോ ആവരണത്തിൻ്റെ പേരിൽ ജയിലിലാക്കിയിരിക്കുകയാണ്. സന്തോഷത്തോടെ ആ സഹനം നാം സ്വീകരിക്കുന്നു. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. പത്രോസ്ലീഹ ജയിലിലായപ്പോൾ ജനം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ ജയിലിൻ്റെ കഥകൾ തുറക്കപ്പെട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥന വഴി രണ്ട് സിസ്റ്റേഴ്സും സ്വതന്ത്രരായി തീരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഇന്ന് അൽഫോൻസാമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ് വിളിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവൻ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.